തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ കരുനീക്കങ്ങൾ നടത്തിയ പ്രതിപക്ഷ ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകി ബിജെപിയും മേയർ വി രാജേഷും. ജയിലിൽ കഴിയുന്ന കൌൺസിലർ ആർ സുഗതന്റെ അവധിയപേക്ഷ കൌൺസിൽ യോഗം ഭൂരിപക്ഷത്തോടെ പാസാക്കിയതോടെ നഗരസഭയിലെ ബിജെപി ഭരണം പൂർണ്ണമായും സുരക്ഷിതമായി. പൗൺകടവ് വാർഡിൽ നിന്ന് സ്വതന്ത്രനായി ജയിച്ച സുധീഷ് കുമാറിന്റെ നിർണായക പിന്തുണയോടെയാണ് ബിജെപി കൌൺസിലിൽ തങ്ങളുടെ മേൽക്കൈ ഒരിക്കൽ കൂടി തെളിയിച്ചത്. സെൻട്രൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം വാർഡ് കൌൺസിലർ ആർ സുഗതൻ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പോലീസ് സംരക്ഷണയിൽ അനുമതി തേടി ആഭ്യന്തര വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഈ അപേക്ഷ പരിശോധിച്ച സർക്കാരും ആഭ്യന്തര വകുപ്പും സുഗതന് നൽകിയ സർക്കുലറാണ് ഇപ്പോൾ ബിജെപിക്ക് വൻ ആയുധമായി മാറിയത്. കൌൺസിൽ യോഗം ഭൂരിപക്ഷത്തോടെ അവധിയപേക്ഷ അംഗീകരിച്ചാൽ തടസ്സമില്ലാതെ ലീവ് അനുവദിക്കാമെന്നായിരുന്നു സർക്കുലറിലെ നിർദ്ദേശം. ആഭ്യന്തര വകുപ്പ് നൽകിയ ഈ സർക്കുലർ ഉയർത്തിപ്പിടിച്ചാണ് മേയർ വി രാജേഷ് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളുടെ മുനയൊടിച്ച് കൂറ്റൻ ജയം നേടിയത്. അവധിയപേക്ഷ വോട്ടിനിട്ടപ്പോൾ സുഗതനില്ലാതെ തന്നെ 51 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ ബിജെപിക്ക് സാധിച്ചു. ഭരണത്തിലെ ആദ്യ ദിനം മുതൽ പ്രതിപക്ഷം ഉയർത്തിയ ഭീഷണി ഇതോടെ പൂർണ്ണമായും ഇല്ലാതായി. പൗൺകടവിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര കൌൺസിലർ സുധീഷ് കുമാറിന്റെ നിലപാടാണ് ഈ വിഷയത്തിൽ ബിജെപിക്ക് ഏറെ നിർണായകമായത്. ഭരണപക്ഷത്തിനൊപ്പം ഉറച്ചുനിന്ന് സുധീഷ് കുമാറിന്റെ വോട്ട് കൂടി ചേർന്നതോടെ അവധിയപേക്ഷ വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കിയെടുക്കാൻ ബിജെപിക്ക് നിഷ്പ്രയാസം സാധിച്ചു. തുടർച്ചയായി 3 കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം അയോഗ്യമാക്കപ്പെടും എന്ന നിയമപരമായ സാധ്യത മുന്നിൽ കണ്ട് സുഗതനെ അയോഗ്യനാക്കാനും ഭരണം അട്ടിമറിക്കാനും CPM കരുക്കൾ നീക്കിയിരുന്നു. എന്നാൽ വി രാജേഷിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയ്ക്ക് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുകയായിരുന്നു. അവധിയപേക്ഷ പാസായതിനു പിന്നാലെ CPM ഇനി നിയമപോരാട്ടത്തിനിറങ്ങുമെന്നാണ് സൂചന. എന്നാൽ ഹൈക്കോടതിയിലോ മറ്റ് നിയമവേദികളിലോ കേസിന് പോയാലും ആഭ്യന്തര വകുപ്പ് തന്നെ ഇറക്കിയ സർക്കുലറും കൌൺസിലിലെ ഭൂരിപക്ഷ തീരുമാനവും ചൂണ്ടിക്കാട്ടി അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ബിജെപിക്ക് സാധിക്കും. LDFും UDFും ചേർന്നുകൊണ്ട് ഉയർത്തിയ രാഷ്ട്രീയ വെല്ലുവിളികളെ ഭരണഘടനാനുസൃതമായും നിയമപരമായും നേരിട്ട് വിജയം കണ്ടതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയത്തിൽ വി രാജേഷിന്റെ കരുത്ത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. കൌൺസിലർമാരെ അയോഗ്യരാക്കി ഭരണം അട്ടിമറിക്കാമെന്ന് ആരും കരുതേണ്ട എന്ന സന്ദേശമാണ് ബിജെപി ഇതിലൂടെ പ്രതിപക്ഷത്തിന് നൽകിയിരിക്കുന്നത്. സുഗതൻ കസ്റ്റഡിയിലായ സമയത്ത് തൃശൂർ വിയ്യൂർ ജയിലിൽ നേരിട്ടെത്തി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച വി രാജേഷിന്റെ നീക്കം നേരത്തെ തന്നെ വൻ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. അതിനു പിന്നാലെ കൌൺസിലിൽ സുഗതന്റെ അംഗത്വം നിലനിർത്താൻ നടത്തിയ ഈ നീക്കവും വിജയത്തിലെത്തിച്ചതോടെ ബിജെപി ക്യാമ്പ് ആവേശത്തിലാണ്. 5 വർഷത്തെ മുഴുവൻ കാലാവധിയും ഒരു പോറലുമേൽക്കാതെ ഭരണ തുടർച്ച ഉറപ്പാക്കുമെന്ന് തെളിയിച്ചതോടെ തിരുവനന്തപുരം നഗരസഭയിൽ ബിജെപി തങ്ങളുടെ അധികാരം പൂർണ്ണമായും ഭദ്രമാക്കി കഴിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ എല്ലാ അട്ടിമറി ശ്രമങ്ങൾക്കും വി രാജേഷ് നൽകിയ ശക്തമായ തിരിച്ചടിയായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. സർക്കാരിന്റെ സർക്കുലർ തന്നെ തിരിച്ച് സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ ആയുധമാക്കിയ ബിജെപിയുടെ ഈ മാസ് നീക്കം തലസ്ഥാന രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലും വലിയ ചർച്ചയായി നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.